नजरों ने समझा, प्यार के काबिल मुझे दिल की धड़कन ठहर जा, मिल गई मंजिल मुझे आपकी नजरों ने समझा। जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला। कह रही है हर नजर बंदा पर भर शुक्रिया, हंस के अपनी जिंदगी में कर लिया शामिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे आपकी नजरों ने समझा। आपकी मंजिल हूँ मैं, मेरी मंजिल आप है, आपकी मंजिल हूँ मैं, मेरी मंजिल आप है। क्यों मैं तूफान से डरूं, मेरा साहिल आप है, कोई तूफानों से कह दे मिल गया साहिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे आपकी नजरों ने समझा। पड़ गई दिल पर मेरे आपकी परछाइयाँ, पड़ गई दिल पर मेरे आपकी परछाइयाँ, हर तरफ बजने लगी सैकड़ों शहनाइयाँ, तो जहाँ की आज खुशियाँ हो गई हासिल मुझे आपकी नजरों ने समझा, प्यार के काबिल मुझे दिल की धड़कन ठहर जा, मिल गई मंजिल मुझे आपकी नजरों ने समझा। മിഥു ഇപ്പോൾ പാടിയതിനെ പറ്റി മിഥുവിന് എന്ത് തോന്നുന്നു? ഇടയ്ക്ക് എവിടേക്കോ പിച്ച് ഔട്ട് ആയിന്ന് തോന്നുന്നു. റൈറ്റ്. നോട്ട് ഷുവർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് അറിയിക്കേണ്ട ആവശ്യമില്ല, മിഥുവിന് തന്നെ അത് തോന്നി. ഓക്കെ. പിന്നെ എനിക്ക് കറക്റ്റ് ചെയ്യേണ്ട വേറൊരു കാര്യം ഫീൽ ചെയ്തത്, അത് വൈദ്യരും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിഥുവിൻ്റെ വിബ്രാറ്റോ വളരെ ഫാസ്റ്റാണ്, വിബ്രാറ്റോ സ്പീഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്ന ആൾക്ക് അത് വിറയ്ക്കുന്നതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ടാവും. എനിക്ക് ഫീൽ ചെയ്തത് അത് സ്റ്റേജ് ഫ്രൈറ്റ് ആണെന്നാണ്. പിന്നെ കുറച്ച് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റേജ് ഫ്രൈറ്റ് അല്ല,
അത് വിബ്രാറ്റോ സ്പീഡ് കൂടിയിട്ടാണ് ജനറലി മിഥുൻ്റെ സിംഗിങ് സ്റ്റൈലിലെ അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹിന്ദി പ്രൊനൗൺസിയേഷൻ വെരി ഗുഡ്. താങ്ക് യു സർ. യെസ്, ഹിന്ദിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ സോങ് പ്രസൻറ്റേഷൻ, സോങ് ശരിക്കും ബുദ്ധിമുട്ടി പഠിച്ചിട്ടുണ്ട് സോങ്. അതിൻ്റെ അകത്തുള്ള എല്ലാ ഗമകം കഴിയുന്നതും അതുമാതിരി തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ടോട്ടാലിറ്റി കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം. പെർഫോമൻസ് ആസ്പെക്റ്റ് വെച്ച് നോക്കുകയായിരുന്നെങ്കിൽ ചിയർഫുൾ ആയിരുന്നില്ല, ടെൻസ്ഡ് ആയിരുന്നു. അല്ല, ഇതൊരു സാഡ് സോങ് ആണ്. ചിരിച്ചാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. കുറച്ച് കരയായിരുന്നു. ഞാൻ കരഞ്ഞാണ് കുറച്ചും കൂടി. അല്ല മിഥു, ഞാൻ ഉദ്ദേശിച്ചത് പൊട്ടിച്ചിരിക്കാനല്ല, പക്ഷേ പാടുന്ന സമയത്ത് ദ ലിസണർ ഷുഡ് ഫീൽ കംഫർട്ടബിൾ. ഒരു സെക്കൻഡ്, ദീപക് പറഞ്ഞത് ടെൻസ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് മെലങ്കോളി ഓർ സാഡ്നെസ്. അതല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ടെൻസ് ആയി ഫീൽ ചെയ്തിരുന്നത്, വിച്ച് ഈസ് അഗൈൻസ്റ്റ് എനി പെർഫോമൻസ്. പാട്ടിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആവാമായിരുന്നു. ദാറ്റ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ്. അതർവൈസ് സൂപ്പർ സ്റ്റാറിൽ നിന്നും യു വിൽ ലൂസ് യുവർ പ്ലേസ്. ബാലു. മിഥുൻ്റെ പാട്ട് വൈസ് കൊള്ളാം, പക്ഷേ ചില കാര്യങ്ങൾ നോട്ട് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതായത് പാടുന്ന സംഗതികളിലൊക്കെ ചില സ്ഥലത്തൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ബലം കൊടുക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. സംഗതിയായിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാട്ടിൻ്റെ പെയിനേക്കാളും അതിനോടുള്ള പെയിനാണ് കൂടുതൽ ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവർ സ്ട്രെയിൻ കൊടുക്കുക, അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് തന്നെ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നൊരു ഫീലാണ്. എൻ്റെ സംഗതിയൊക്കെ ചില സമയത്ത് വരുന്നത് വെടിയുണ്ട വരണമല്ല വരുന്നത്. അത്രയും ബലം വേണ്ട ചില സംഗതികൾക്കൊക്കെ. ലൈറ്റായിട്ട് പാടിയാൽ മതി. ലൈറ്റ് സംഗതികൾ വരുന്നുണ്ട്. മിഥുൻ്റെ വോയിസ് കൾച്ചർ അതിന് പറ്റുന്നതാണ്. ചില സ്ഥലത്തൊക്കെ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലൈറ്റ് ടച്ചസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ആവശ്യത്തിൽ കൂടുതൽ ബലം വരാനായിട്ട് തോന്നി. ഓക്കെ, അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ അത് പോയിൻ്റ് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ചിരിക്കാനല്ല പറഞ്ഞത്, ഇൻവോൾവ് ആവാനാണ് പറഞ്ഞത് പാട്ടിൽ കുറച്ചുകൂടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അറ്റ് ദ സെയിം ടൈം ബാലു പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. തെറ്റാന്നല്ല, ടെക്നിക്കലി സ്പീക്കിംഗ് റൈറ്റ്, പക്ഷേ ഈസി ആയിരുന്നില്ല കേൾക്കുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു തെറ്റാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയല്ല, പക്ഷേ ശരിയും തെറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ശരിയാന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഈസി ആയിരുന്നില്ല. കുറച്ചും കൂടി ഇൻവോൾവ് ആയ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവാന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ശ്യാംജി. മിഥുൻ്റെ മ്യൂസിക്കൽ സ്കിൽസ് ഒരു സംശയമില്ല എനിക്കത്. യു ഹവ് ഡെഫിനറ്റ്ലി ഗോട്ട് എ എക്സലൻറ്റ് സ്കിൽ. പക്ഷേ ഈ പാട്ടിൻ്റെ യു ആർ മോസ്റ്റ്ലി ട്രൈങ് ടു എക്സ്പ്ലെയിൻ പോലെയാണത്. ആ വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ഡെലിബറേറ്റ് ശ്രമം പോലെ, ഇൻസ്റ്റെഡ് ഓഫ് അതുകൊണ്ട് വാക്കുകളെ നേരത്തെ പുഷ് ചെയ്യുന്നത് പോലുള്ളൊരു തോന്നലുണ്ടാകുന്നു. ആൻഡ് സംടൈംസ് യു ആർ ഗ്യാസ്പിംഗ് ഫോർ ബ്രീത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. സോ നേരത്തെ ഒരു കണ്ടസ്റ്റൻ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയല്ല പലപ്പോഴും ഞങ്ങളൊരു നല്ല ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്നും ഒരു പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു വെർച്വോസിറ്റിക്ക് വേണ്ടിയല്ല, ഒരു ഓവറോൾ എൻജോയ്മെൻറ്റ്, ഹൗ യു ക്യാൻ ഡിലൈറ്റ് ദ ഓഡിയൻസ് എന്നുള്ളതിലാണ്. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്, കറക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. പറഞ്ഞ പോലെ ഗമകങ്ങളിലുള്ള പല സംഭവങ്ങളും പാടിയപ്പം നോട്ടിനും, അതായത് പിച്ച് കറക്റ്റ് അല്ലാണ്ട് ചില സംഭവങ്ങൾ വന്നത് ഞാനും ദീപു പറഞ്ഞ പോലെ ആദ്യം വിചാരിച്ച് ടെൻഷൻ കൊണ്ട് ഒരു വിറയൽ വരുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു മിഥു അത് മനസ്സിലായിട്ടില്ല മിഥുവിന്. അപ്പം എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ്. അത് നമുക്ക് ഇനി അടുത്ത പ്രാക്ടീസ് സെഷനിൽ അതിനു വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കണം നിർബന്ധമായും.